ഇപ്പോൾ കാണുന്നതാണ് തായ്പേ 101-ന്റെ ഏറ്റവും മികച്ച കാഴ്ച. ഇവിടെ വന്ന തായ്പേ 101-നെ നമുക്ക് നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കാം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ കൈവിരലിൻ്റെ അത്രയും പോലും ഇല്ല. നമസ്കാരം. തായ്പേ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്നും ഏതാണ്ട് 20 മിനിറ്റ് മാത്രം സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് എത്തിച്ചേരാനാവുന്ന പീക്ക് പോയിൻ്റാണ് എലിഫൻറ്റ് മൗണ്ടൻ. എലിഫൻറ്റ് മൗണ്ടൻ ഹൈക്കിങ്ങിൻ്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ തായ്പേ മെട്രോയുടെ റെഡ് ലൈനിലുള്ള ഷിയാങ്ഷാൻ മെട്രോ സ്റ്റേഷൻ്റെ എക്സിറ്റ് 2-ലാണുള്ളത്. ഇവിടുന്ന് ഏതാണ്ട് 20 മിനിറ്റ് മാത്രം നടന്നു കഴിഞ്ഞാൽ നമുക്ക് എലിഫൻറ്റ് ഹൈക്കിംഗ് മൗണ്ടൻ്റെ പീക്ക് പോയിന്റിലെത്താൻ സാധിക്കും. അവിടെ നിന്ന് നമുക്ക് തായ്പേ നഗരത്തിൻ്റെ ഒരു പനോരമ വ്യൂ നമുക്ക് ആസ്വദിക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇവിടുന്ന് ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട് നമുക്ക് എലിഫൻറ്റ് ഹൈക്കിംഗ് മൗണ്ടൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട്. തായ്പേ 101-ന്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് പകർത്താൻ സാധിക്കുന്ന സ്പോട്ടുകളിലൊന്നാണ് എലിഫൻറ്റ് മൗണ്ടൻ. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ഇയർ രാവിലുള്ള തായ്പേ 101-ലെ ഫയർ വർക്ക്സ് ഒക്കെ കാണണമെങ്കിൽ എലിഫൻറ്റ് മൗണ്ടനാണ് ഏറ്റവും നല്ല സ്പോട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പാർക്കിൻ്റെ ഇങ്ങേയറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകണം. സൂര്യനൊരു വില്ലനാകുമോ എന്ന് സംശയമുണ്ട്. കാരണം ഇവിടെ ഇപ്പം നല്ല ചൂട് സീസണാണ്. പകല് ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അതുകൊണ്ട് ഹൈക്കിങ് എങ്ങനെ ആകുമെന്നറിയില്ല. എന്തു തന്നെയായാലും നമുക്ക് നല്ല വനത്തിലൂടെയുള്ള ഒരു ഹൈക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോറടിക്കാതെ, നമ്മൾ മടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ റോഡിന് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് സാൻലി പാർക്ക്. ഇത് സാൻലി പാർക്കിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തായ്പേ 101-ന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതേ മാനത്തുയർന്നു നിൽക്കുന്ന തായ്പേ 101. ഇവനെ വളരെ വ്യക്തമായ രീതിയിൽ, വളരെ സീനിക്കായിട്ടുള്ളൊരു രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് എലിഫൻറ്റ് ഹൈക്കിംഗ് മൗണ്ടൻ കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു കയറ്റമാണ്. ഈ കയറ്റം കയറി നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് എലിഫൻറ്റ് ഹൈക്കിംഗ് മൗണ്ടൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ എലിഫൻറ്റ് ഹൈക്കിംഗ് മൗണ്ടൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു കവാടം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഒരു എലിഫൻറ്റിൻ്റെ ആകൃതിയിലുള്ള ഒരു ബോർഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷിഷോഷാൻ ഷിയാങ്ഷാൻ എന്ന ഒരു ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുത്തനെയുള്ള കയറ്റമാണ്. ഇതുവരെ നമ്മൾ റോഡിലൂടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കുത്തനെയുള്ള കയറ്റമാണ്. ഇത് കയറി വേണം നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട്. എന്തു തന്നെയായാലും അതിമനോഹരമായ രീതിയിൽ പടവുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ കയറ്റമാണ്, ഹൈക്കിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ഈസിയായിട്ട് കയറി പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ മടുത്തു. എന്നാലും അതിമനോഹരമാണ്. നമ്മളിവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ട് ഞെട്ടുകയാണെന്ന് വേണം പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാത ഇങ്ങനെ കുറച്ച് ദൂരം, ഒരു 100 മീറ്റർ പോലും ആയില്ല, ഒരു 50 മീറ്റർ നമ്മൾ നടന്ന് മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിട്ടുണ്ട്. മൊത്തത്തിലൊരു കൊടും കാടിൻ്റെ ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചുകൂടെ അങ്ങ് എന്ന് കഴിയുമ്പോൾ മിക്കവാറും മൊത്തം കാടാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മളെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്യുന്നത്. ഈ കാടിനടുവിലൂടെ ഒരില പോലും ഇല്ല. ഈ നടയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ രാവിലെയാണ്, ഒരു 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരില പോലും ഇവിടെ എങ്ങും ഇല്ല. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു മാപ്പ്, ഷിഷോഷിയാൻ ട്രെയിൽ മാപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വന്നപ്പോൾ നമ്മുടെ വഴി രണ്ടായിട്ട് തിരിയുകയാണ്. നമ്മളെന്തായാലും ഈ വല സൈഡിൽ കൂടെ പോകുന്ന വഴി തിരഞ്ഞെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ബോർഡും ഇവിടെ കാണാം. മൗണ്ട് ഷിയാങ്ഷാൻ 480 മീറ്റർ എന്നാണ് വല സൈഡിലേക്കുള്ള വഴിയിൽ കാണിക്കുന്നത്. നമ്മളെന്തായാലും അതുവഴി അങ്ങ് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഷിഷോഷാൻ ഷിയാങ്ഷാൻ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷിയാങ്ഷാൻ എന്ന് പറഞ്ഞാൽ എലിഫൻറ്റ് മൗണ്ടൻ എന്നാണ് അതിൻ്റെ ചൈനീസിലെ മീനിങ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ, ഉയരങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു എലിഫൻറ്റിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു മൗണ്ടൻ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് എലിഫൻറ്റ് മൗണ്ടൻ എന്ന പേര് അവർ നൽകിയത്, ചൈനീസിൽ ഷിയാങ്ഷാൻ. അപ്പം എലിഫൻറ്റ് മൗണ്ടൻ്റെ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാം നമുക്ക് എലിഫൻറ്റിൻ്റെ ആകൃതിയിലുള്ള ബോർഡുകളും ഇരിപ്പിടങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം ഒരു എലിഫൻറ്റ് മയമാണ്.
എന്തായാലും ആനശല്യമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ആനശല്യമൊന്നും കാണില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ഒരു 100 മീറ്റർ ആയപ്പോൾ തന്നെ മടുത്തു. ഇത് കണ്ടോ, ഇതൊക്കെ എല്ലാം ഒരു എലിഫൻറ്റിൻ്റെ ആകൃതിയിലാണ് മൊത്തത്തിൽ ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്തു തന്നെയായാലും നമ്മൾ നമിച്ചു പോവുകയാണ് ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ. ഇത് മുകളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. കിലോമീറ്റർ കണക്കിന് ദൂരം ഇങ്ങനെ അതിവിശാലമായിട്ട് പടവുകളും കൈവിരികളും ഒക്കെ ആയിട്ട്, എന്നാൽ പ്രകൃതിക്കൊരു കോട്ടവും സംഭവിക്കാതെ വനം അതിൻ്റേതായ രീതിയിൽ നിലനിർത്തിക്കൊണ്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിൽ പോലും ഒരു കൊടും കാടിൻ്റെ ഒരു ഫീലാണ് നമുക്കിവിടെ. ഒരുപാട് പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഇടുക്കി ജില്ലയിലൊക്കെ ഉള്ള ചീവീടുകളുടെ അതിയായ ശബ്ദം. തായ്വാനിൽ ആദ്യമായിട്ടാണ് ഞാൻ ചീവീടിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. ഇനിയുള്ള നമ്മളുടെ യാത്ര ഇതാ ഈ വഴി കൂടെയാണ്. കുത്തനെയുള്ള കയറ്റമാണ് ഇനിയും കയറേണ്ടത്. ഈ വഴിയിലൂടെ കയറി ഇതാ നമുക്കിങ്ങനെ കയറി പോകണം. എന്ത് തന്നെയായാലും വളരെ ഈസി ആയിട്ട് നമുക്ക് കയറാനായിട്ട് ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് തന്നെയായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഇതുണ്ടോ, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെ വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ്. രാത്രി വന്നാൽ പറ്റിയ വഴിവിളക്കുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ ക്ലീനായിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കൈവിരി, അങ്ങനെയെല്ലാം അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ട് നമുക്ക് തായ്പേയ് നഗരത്തിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഈ മരത്തിൻ്റെയൊക്കെ മറവുള്ളതുകൊണ്ട് അത്ര ക്ലിയറല്ല. മേളിലെ വ്യൂ പോയിൻറ്റിലെത്തുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്കിതൊക്കെ അതിമനോഹരമായിട്ട് കാണാൻ സാധിക്കുമായിരിക്കും. ഉയരം കൂടുന്തോറും സാധു കൂടുമെന്ന് പറയുന്ന പോലെ ഉയരം കൂടുന്തോറും കാഴ്ചകൾ ഗംഭീരമാകാനാണ് സാധ്യത. എന്തു തന്നെയായാലും അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ മുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കുറച്ച് ദൂരം കൂടി വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലൊരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കുമ്പോഴാണ് തായ്പേയ് 101. ഇപ്പം നമുക്ക് കാണുമ്പോൾ തായ്പേയ് 101 അത്ര ഭീകരനായിട്ട് നമുക്ക് തോന്നത്തില്ല. കാരണം ഇത് നമ്മൾ തൊട്ടടുത്ത്, ഇപ്പോൾ തായ്പേയ് 101 കുറച്ച് അകലെയും മറ്റ് ബിൽഡിങ്ങുകൾ അടുത്തുമായതുകൊണ്ട് അവൻ്റെ യഥാർത്ഥ രൂപം, തനി രൂപം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുകയില്ല. കുറച്ചുകൂടി ഉയരേക്ക് ചെല്ലുമ്പോഴേ നമുക്ക് തായ്പേയ് 101 വിശ്വരൂപം കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ വലിപ്പവും മറ്റ് ബിൽഡിങ്ങുകൾ എത്രമാത്രം ചെറുതാണെന്ന്. പക്ഷേ ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ കാണുന്ന തൊട്ടടുത്ത് കാണുന്ന ഈ ബിൽഡിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബിൽഡിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ബിൽഡിങ്ങുകളാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പം ചെറുതായിട്ട് തോന്നുകയാണ് ദൂരെ നിന്നായതുകൊണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പല ചെടികളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വാഴച്ചെടി, അപ്പോൾ തന്നെ മണിപ്ലാന്റ് ഒക്കെ പോലത്തെ ഒരു ചെടിയാണ്. മണിപ്ലാന്റ് തന്നെയാണെന്ന് തോന്നുന്നത്. അതിൻ്റെ ഇലയ്ക്കൊരു ചെറിയ പ്രത്യേകത കാണുന്നുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ മണിപ്ലാന്റിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണിത്. നമ്മുടെ ഹൈക്കിംഗ് യാത്ര മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എലിഫൻറ്റിൻ്റെ ആകൃതിയിലുള്ള ഒരു ഇരിപ്പിടം നമുക്ക് കാണാം. ഈ ഒരു മരം ഇങ്ങനെ ചാഞ്ഞാണ് നിൽക്കുന്നത്. അതിമനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ ഈ എലിഫൻറ്റ് മൗണ്ടൻ എന്ന് പറയുന്നത് നാൻഗാങ് മലനിര, ഇവിടുത്തെ തായ്വാനിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിലൊന്നാണ് നാൻഗാങ് മലനിര. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള 4 പീക്ക് പോയിൻറ്റുകളിലൊന്നാണ് എലിഫൻറ്റ് മൗണ്ടൻ. അപ്പോൾ എലിഫൻറ്റ് മൗണ്ടനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ തായ്പേയ് നഗരത്തിൻ്റെ ആ ഒരു കാഴ്ചയും ഒപ്പം തന്നെ തായ്പേയ് 101 മനോഹരമായ കാഴ്ച. തായ്പേയ് 101 ഏറ്റവും മനോഹരമായി അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് കാണാൻ സാധിക്കുന്ന നാൻഗാങ് മലനിരകളിലെ വ്യൂ പോയിൻ്റാണ് എലിഫൻറ്റ് മൗണ്ടൻ. അതുകൊണ്ട് തന്നെയാണ് ഈ 4 നാൻഗാങ് മലനിരകളിലെ മറ്റ് പീക്ക് പോയിൻറ്റുകൾക്ക് എലിഫൻറ്റ് ഹൈക്കിംഗ് മൗണ്ടനേക്കാൾ ഉയരം കൂടുതലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്പോട്ടുകളിലൊന്നാണ് എലിഫൻറ്റ് മൗണ്ടൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് ഒരു ആദ്യത്തെ ഒബ്സർവേഷൻ പോയിൻ്റിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഒബ്സർവേഷൻ ഡെക്ക് ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ വ്യൂ പോയിൻ്റ്, ഈ ഒരു ഹൈറ്റിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹായ്, അടിപൊളി. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും ഏതാണ്ട് തായ്പേയ് 101 ഒരു ഏതാണ്ട് സ്വഭാവം മനസ്സിലായി കാണും നിങ്ങൾക്ക്. മുമ്പേ നോക്കിയപ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഒറ്റയടിക്ക് നമ്മളെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്യുന്നത് തായ്പേയ് 101 അത് ഇങ്ങനെ തല ഉയർത്തി തന്നെ നിൽക്കുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള സ്വിമ്മിംഗ് പൂള്, അവിടെ നിന്നുള്ള വ്യൂ, രാവിലെയൊക്കെ അവിടെ നിന്ന് കുളിക്കുമ്പോഴുള്ള വ്യൂ ഒരു അപാര വ്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ യോങ്ചുൻ
പവലിയൻ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ആ പവലിയനിൽ നിന്നാൽ ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു തായ്പേയ് 101-ൻ്റെയും മറ്റ് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഇതാ നമ്മുടെ ചെമ്പരത്തി. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെടികളും ഏകദേശം ഇവിടെ ഉണ്ട്. നമ്മുടെ ചെമ്പരത്തി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ യോങ്ചുങ് പവലിയൻ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ അതിമനോഹരമായ ഈ കൊടുങ്കാടിനുള്ളിൽ അതിമനോഹരമായിട്ട് ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തു തന്നെയായാലും ഈ യോങ്ചുങ് പവലിയൻ ഒരു രസം നൽകുന്ന ഒരു യോങ്ചുങ് പവലിയൻ ഒരു വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഈ ഒരു ട്രക്കിങ്ങിനിടയിൽ ഹൈക്കിങ്ങിനിടയിൽ നമുക്ക് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് യോങ്ചുങ് പവലിയൻ. യോങ്ചുങ് പവലിയൻ ഇതാണ്. അപ്പോൾ യോങ്ചുങ് പവലിയനിൽ നിന്ന് ഫയർ വർക്ക് ലുക്കൗട്ട് 150 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫയർ വർക്ക് ലുക്കൗട്ടിലേക്ക് പോകാൻ പറ്റും. ഈ ഫയർ വർക്ക് ലുക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഈ തായ്പേയ് 101-ആയിട്ട് ബന്ധമുള്ള ഒരു സംഭവമാണ്. ഇതാ നമ്മുടെ എലിഫൻറ്റിൻ്റെ ഒരു രൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് നേരം നമ്മൾ വിശ്രമിക്കും. അതിനുശേഷം നമ്മൾ ഫയർ വർക്ക് ലുക്കൗട്ട് ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ ഫയർ വർക്ക് ലുക്കൗട്ടിലേക്ക് പോകും. ഫയർ വർക്ക് ലുക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഈ തായ്പേയ് 101-ൽ ന്യൂ ഇയർ ഈവനിങ്ങിൽ നമുക്ക് ഫയർ വർക്ക് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ആളുകൾ പോകുന്ന ഒരു സ്പോട്ടായിരിക്കും ഈ ഫയർ വർക്ക് ലുക്കൗട്ട്. എന്താണെന്ന് നമുക്ക് അവിടെ പോയി നോക്കാം. ഒപ്പം തന്നെ ഇവിടെ പുറകിൽ ഒരു ചെറിയ പരിപാടിയുണ്ട്, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എലിഫൻറ്റിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. വാവ്, സൂപ്പർ. ഇതാ പൂവും പിടിച്ചിരിക്കുന്ന നമ്മുടെ എലിഫൻറ്റ്. ഇതുകൂടി ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ സൈഡിൽ എന്താണെന്നും കൂടെ ഒന്ന് നോക്കാം. ഏതായാലും ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നു. ഇത് കാരണം 2 സൈഡിലും ഉണ്ട്. അപ്പം ഏത് സൈഡാണ് നമ്മുടെ ഇപ്പുറത്തെ വശം എന്ന് അടിപൊളി. അപ്പോൾ 2 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ആ പടം നിങ്ങളെ കാണിച്ചു. ഇതാ ഒരു കൊമ്പനാന ഒരു പൂ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്തായാലും കൊമ്പനാന പൂ പറിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും കൊടുക്കുന്നത്? ഇതാ ഇവിടെ നമ്മുടെ ചെവിയിൽ പൂ ചൂടി പിടിയാന ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ അവരുടെ വാലിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ കുട്ടിയാനയുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിലിയാണ് ഈ എലിഫൻറ്റ് മൗണ്ടനിലെ ഒരു പ്രണയ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പൊളിയല്ലേ, പൊളി. അപ്പം എല്ലാ രീതിയിലും നമ്മൾ എലിഫൻറ്റ് മൗണ്ടൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പടം തന്നെ മോനെ സെറ്റാണ്. എന്തായാലും ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ തോന്നിയത് നന്നായി. ഞാനത് ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നീടാണ് ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ഫയർ വർക്ക്സ് ലുക്കൗട്ടിലേക്കാണ്. തായ്പേയ് 101-ലെ ഫയർ വർക്ക്, എല്ലാ ന്യൂ ഇയറിനുമുള്ള ഫയർ വർക്ക് കാണാനുള്ള ലുക്കൗട്ട് പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പലാണ്. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം എലിഫൻറ്റിൻ്റെ പടമായിരുന്നെങ്കിൽ, ആനയുടെ എലിഫൻറ്റ് മൗണ്ടൻ്റെ പടമായിരുന്നെങ്കിൽ, ഇപ്പം നമ്മൾ തായ്പേയിലെ ഫയർ വർക്കിൻ്റെ പടമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു വഴിയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. നമുക്കത് പോയി പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എന്നിട്ട് വേണം നമുക്ക് ഷിയാങ്ഷാൻ പീക്ക് പോയിന്റിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പടവുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു തടി കൊണ്ട് ലോക്ക് ചെയ്തിട്ട് അതിനുള്ളിൽ മിറ്റിൽ നിറച്ചിട്ടാണ് ഈ ഒരു വഴി ഒരുക്കിയിരിക്കുന്നത്. കുറച്ച് ദൂരം പോയാൽ നമുക്ക് ഫയർ ലുക്കൗട്ടിലേക്ക് എത്താൻ പറ്റുമെന്ന് ശ്രദ്ധിക്കും.
ഏറ്റവും നല്ല വ്യൂ ഇവിടെയാണ് കേട്ടോ. ഫയർ വർക്ക് ലുക്കൗട്ട് എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റാണ് ഏറ്റവും നല്ല വ്യൂ പോയിൻ്റ് എന്ന് തോന്നുന്നു. അതിഗംഭീരം, അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തായ്പേയ് നഗരം, ഒരു തീപ്പെട്ടിക്കൂടുകൾ കൊണ്ട് തീർത്ത ഒരു തായ്പേയ് നഗരമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. അതിനെയൊക്കെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു തായ്പേയ് 101-ൻ്റെ ചിത്രവും. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് തായ്പേയ് 101-ൻ്റെ ഏതാണ്ടൊരു വിശ്വരൂപം. നമുക്ക് കുറച്ചുകൂടെ ഉയർത്തിപ്പോയിട്ട് നമുക്ക് തായ്പേയ് 101-നെ കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ നല്ലൊരു വ്യൂ പോയിൻ്റ്. എന്ത് തന്നെയായാലും മറ്റ് ബിൽഡിങ്ങുകൾ, ഈ ഒരു 2 ബിൽഡിങ്ങുകളാണ് പിന്നെ കുറച്ചെങ്കിലും പിടിച്ച് നിൽക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ വിചാരിക്കും, ഇവിടുന്ന് കാണുമ്പോൾ വിചാരിക്കും എല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്ങുകളാണെന്ന്. എന്നാൽ ഈ പല ബിൽഡിങ്ങുകളും 10ഉം 20ഉം 30ഉം 40ഉം 50ഉം നിലകളുള്ള ബിൽഡിങ്ങുകളാണ് ബാക്കിയുള്ളതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകുന്നത്. ഈ ബിൽഡിങ്ങുകളെല്ലാം കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ എല്ലാ ബിൽഡിങ്ങുകൾക്കും നിരവധി ഫ്ലോറുകളുണ്ട്. ഒരു 10, 20, 30 നിലകളൊക്കെയുള്ള ബിൽഡിങ്ങുകളാണ് കൂടുതലും നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു ലുക്കൗട്ട് ഡെക്കിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിഭയാനകരമായ ഗർത്തമാണ് നമ്മൾ കാണുന്നത്. അപ്പം കുത്തനെയുള്ള ഒരു ചെരുവിലാണ് നമുക്ക് ഈ ഒരു പോയിൻ്റ് റെഡിയാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് ഒരു മുള പോലത്തെ ഒരു ഈറ്റ പോലത്തെ ഒരു ചെടിയൊക്കെ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിയിട്ടുണ്ട്. കിടു. അപ്പോൾ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോയ ആ ഒരു പോയിന്റിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഷിയാങ്ഷാൻ മൗണ്ടനിലേക്ക് കയറുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റ് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരെ മുകളിലേക്ക് ഇനി കയറാം. നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രായമായ ആളുകൾ, ഒരു 70-75 വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകൾ പോലും ഇവിടെ കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊക്കെ സ്ഥിരം ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ്. അവരൊക്കെ സ്ഥിരം ഇത് കയറുന്നത് തന്നെ, ഈ ഒരു എലിഫൻറ്റ് മൗണ്ടൻ കയറുന്നത് തന്നെ ആയിരിക്കും അവരുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ കിതയ്ക്കുന്നുണ്ടെങ്കിലും പ്രായമായ ആളുകളൊക്കെ വളരെ കൂളായിട്ടാണ് കയറി പോകുന്നത്. ഇനി അങ്ങ് ഒരുപാട് ദൂരം പോകാനുണ്ട്. കുത്തനെയുള്ള കയറ്റം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതേ നേരം ഇരിക്കുന്നില്ല. ഇരുന്ന് കഴിഞ്ഞാൽ 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, വളരെയധികം കൊതുകുണ്ട് ഇവിടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെയിൽ കൂടും. വെയിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ മുകളിലെത്തുമ്പോഴത്തേനും നമ്മുടെ അടപ്പ് തെറിക്കാൻ സാധ്യതയുണ്ട്. ഇനി എങ്ങാനും വെയിലുള്ള സ്ഥലത്തുകൂടി നമുക്ക് പോകേണ്ടി വന്നാൽ. ഇതുണ്ടോ, ഈ പാറയുടെയൊക്കെ സൈഡിൽ കൂടെ വഴി നട ഇങ്ങനെ ഒരുക്കിയിരിക്കുകയാണ്. അമ്മച്ചി, മൊത്തത്തിൽ ഷെയ്ക്ക് ആവുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാതെ വേറെ നിവർത്തിയില്ല. ഇത് കയറി വരുമ്പോൾ ഷെയ്ക്കാവാതെ രക്ഷയില്ല. ഇതാ മറ്റൊരു വ്യൂ പോയിൻ്റ്. നമുക്ക് ഇങ്ങോട്ട് ചെന്നിട്ട് കാണാമെന്ന് നോക്കാം. അത്ര വ്യൂ ഇവിടെ കാണാൻ പറ്റുന്നില്ല. കാരണം ഈ മരങ്ങളും പുല്ലും എല്ലാം കൂടെ ആയിട്ട് നമുക്കധികം വ്യൂ കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഈ പാറക്കിടയിലൂടെയുള്ള ഈ വഴി അടിപൊളിയായിട്ടുണ്ട്. ഈ പാറയിലോട്ടൊക്കെ സൂക്ഷിച്ച് നോക്കി നമുക്ക് കാണാൻ പറ്റും. ആൾക്കാർ കയറി ഇവിടെ അതിൽ കയറല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാർ കയറി ഒരു മിനുസമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ വീഗാലാൻഡിലെ റൈഡൊക്കെ പോകുന്ന പോലെ നല്ല തെന്നിയാണ് ഇരിക്കുന്നത്. ഡേഞ്ചർ, നോ ക്ലൈമ്പിങ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിൻ്റെ മേളിൽ കയറുന്നില്ല. ഇതിൻ്റെ മേളിൽ നിന്ന് നിരവധി പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്കറിയാം വീഗാലാൻഡിലെ റൈഡൊക്കെ പോലെയാണ്. ആൾക്കാർ കയറി ഒരുമാതിരി മെഴാന്നാണ് ഇരിക്കുന്നത്. ഇപ്പം അധികം മഴയില്ലാത്തതുകൊണ്ട് പായലില്ല, എന്നാലും വളരെ സ്മൂത്താണ്. അപ്പോൾ ഇതിൻ്റെ ഈ താഴേക്കൂടെ ഒരു വഴിയുണ്ട്. വഴി 2ആയിട്ട് തിരിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഇതിനിടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നിന്നുള്ള തായ്പേയ് 101-ൻ്റെ കാഴ്ച അതിഗംഭീരമാണ്. സൂപ്പർ എന്നല്ല ഒന്നും പറയാനില്ല. പക്ഷെ നമുക്ക് മുമ്പത്തെ പോലെയുള്ളൊരു വ്യൂ ഇവിടെ കിട്ടില്ല. നമ്മൾ മുമ്പേ ഫയർ വർക്ക് ചെക്കൗട്ട് പോയിന്റിൽ നിന്ന് കണ്ട ആ ഒരു വ്യൂ ഇവിടുന്ന് കിട്ടില്ലെങ്കിലും ഇവിടെ നിന്നുള്ള വ്യൂ ഒരു വ്യത്യസ്തമാണ്. നമുക്കെന്തായാലും നമ്മുടെ യാത്ര തുടരാം.
ഇവിടെ മറ്റൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വേണം പോകാനായിട്ട്. അവിടുത്തെ കാഴ്ചകളും കണ്ട് കുറച്ച് നേരം വിശ്രമിക്കുകയോടെ ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അതിമനോഹരമായൊരു വ്യൂ പോയിൻ്റാണ്. വാവ്, കിടുക്കാഴ്ച. ടൈപ്പേ 121-ൻ്റെ ടൈപ്പേ സിറ്റിയുടെയും കിടുക്കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇത്രയും വലിയ നഗരമായിട്ട് പോലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ വനത്തെയൊക്കെ അതുപോലെ തനതായ രീതിയിൽ വനത്തിൻ്റെ സ്ഥാനവും നഗരത്തിൻ്റെ സ്ഥാനവും നൽകിയിരിക്കുന്ന ഒരു മോഡലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ കേരള മോഡൽ എന്നൊക്കെ പറയുന്ന പോലെ ഇതാണ് തായ്വാൻ മോഡൽ. വനഭൂമിയെ അതിന് വേണ്ട രീതിയിൽ അതിനൊരു കോട്ടവും തട്ടാതെ അതിനെ സംരക്ഷിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് അതിനുള്ളിലൂടെ ഒരു വേണ്ട എല്ലാ സജ്ജീകരണവും ഒരുക്കി ടൂറിസത്തെയും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വനത്തെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ നഗരം എന്ന് പറയാം. അല്ലെങ്കിൽ നഗരം വനത്താൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നതെന്നറിയാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിരപ്പുള്ള സ്ഥലമെല്ലാം നഗരപ്രദേശം, അവിടെ ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ. അതിനെ ചുറ്റിപ്പറ്റി നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, മൊത്തം മലനിരകളാണ്. എന്നാൽ വനത്തിലേക്ക് യാതൊരുവിധ കൈകടത്തലുമില്ല. വനത്തിൻ്റെ വൃത്തി, വനത്തെ അതിൻ്റേതായ രീതിയിൽ, മൃഗങ്ങളെയും ഒക്കെ അതിൻ്റേതായ രീതിയിൽ ഇവർ സംരക്ഷിക്കുന്നു. ഇവിടെ കുടിവെള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. ഇപ്പോൾ നമ്മൾ ആ പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മുടെ യാത്ര മുകളിലേക്ക് തുടരുകയാണ്. നമുക്ക് ഇത് കയറി മുന്നോട്ട് പോകാം. ഈ ഒരു പാറയെ പിളർത്തിക്കൊണ്ട് ഒരു പടുകൂറ്റൻ മരം പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞതാണ്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം, ഈ ഒരു അടർന്നു പോയ ഈ പീസ് കണ്ടാൽ ഏതാണ്ടൊരു തായ്വാൻ മാപ്പിൻ്റെ അതേ ഒരു സാമ്യമാണ്. തായ്വാൻ്റെ മാപ്പ് നിങ്ങളെടുത്ത് നോക്കി അറിയാൻ പറ്റും. ഈ ഒരു പാറയുടെ പീസിന് തായ്വാൻ മാപ്പിൻ്റെ അതേ ഭംഗിയാണുള്ളത്, അതേ ആകൃതിയിലാണുള്ളത്. മരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഒപ്പം തന്നെ ആ പാറയെ അതിൻ്റെ പന്തലിപ്പിനിടയിൽ ആ പാറേനെ അത് പിളർത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഇരിപ്പിടം ഒരുക്കിയേക്കുവാണ്. അപ്പോൾ ഇതൊരു കൂറ്റൻ പാറയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ കുത്തനെയുള്ള പടവുകളൊക്കെ കയറി മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിലെത്തിയപ്പോൾ നമുക്ക് എക്സർസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അതിവിശാലമായ ഒരു സ്ഥലമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ കിടന്നുകൊണ്ടൊക്കെ നമുക്ക് പലതരം വ്യായാമങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. നിരവധി സാധനങ്ങൾ, ഒരു ഓപ്പൺ ജിമ്മൊക്കെ പോലുണ്ട്. ഗംഭീരം എന്ന് തന്നെ പറയാം. ഒരുപാട് സൗകര്യങ്ങൾ. വെയിറ്റൊക്കെ ഉണ്ട്, നമുക്ക് ജിമ്മൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ആരോഗ്യ രഹസ്യം. ഈ പ്രായത്തിലും ഈ പരിപാടിയൊക്കെ നടത്താൻ പറ്റുന്ന ഡെയിലി ഇവിടെ വന്നുള്ള ഒരു ഹൈക്കിംഗ് ഒക്കെ ആയിരിക്കും. ഓപ്പൺ ജിം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്വപ്നം മാത്രം കാണാൻ പറ്റുന്നതാണ്. ഇതുപോലൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ₹1 പോലും ടിക്കറ്റ് പ്രവേശന ഫീസ് വാങ്ങിക്കാതെ ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റീസ് നമുക്കൊക്കെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇത് വെയിറ്റൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. ₹1 പോലും നമ്മളുടെ ആരോഗ്യ സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ₹1 പോലും നമ്മളിൽ നിന്ന് വാങ്ങാതെ, അതൊക്കെ സർക്കാരിൻ്റെ ചിലവായിട്ട് അവർ കണ്ടുകൊണ്ട് എല്ലാ ഫെസിലിറ്റീസും ഇവിടുത്തെ പൗരന്മാർക്കും ഒപ്പം തന്നെ ഇവിടെ വരുന്ന മറ്റ് വിദേശികൾക്കും എല്ലാം ഫ്രീ ആയിട്ട് വന്ന് സഞ്ചരിച്ച് തായ്വാൻ ഒരു മനോഹര സ്ഥലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മളെ ഇവിടെ പിടിച്ചു നിർത്താൻ, തായ്വാനിൽ തന്നെ വിദേശികളെ അടക്കമുള്ളവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരു തായ്വാൻ സർക്കാരിൻ്റെ ഒരു മോഡലാണിത്, തായ്വാൻ മോഡൽ.
അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ടും വിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് കിടക്കുകയാണ്. ഈ ഒരു സ്പോട്ടും താണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം മുന്നോട്ട് വന്ന് ഈ ഒരു പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പീക്ക് പോയിന്റിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഷിയാങ്ഷാൻ മൗണ്ടൻ്റെ പീക്ക് പോയിന്റ്. ഇവിടെ കീഴടക്കിയിരിക്കുകയാണ് ഇവർ. അങ്ങനെ ഈ ഒരു പീക്ക് നമ്മൾ കീഴടക്കിയിരിക്കുകയാണ്. ഷിയാങ്ഷാൻ പീക്ക്. ഇതാണ് ഷിയാങ്ഷാൻ മൗണ്ടൻ നിരകളിലെ പീക്ക് പോയിന്റ്. ഷിയാങ്ഷാൻ പീക്ക് 184 മീറ്റർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഈ പീക്ക് പോയിന്റിലാണ്. ഈ ഷിയാങ്ഷാൻ പീക്ക് പോയിന്റ് മൗണ്ടിൽ നിന്നും നമുക്ക് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ചെറിയൊരു വ്യൂ പോയിൻ്റ്. ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ആനയുടെ എലിഫൻറ്റ് മൗണ്ട് ആണല്ലോ, ആനയുടെ തുമ്പിക്കൈയിൽ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് തായ്പേയ് 101 ഈ നഗരത്തിൻ്റെയും കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പോയിൻറ്റും കടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂയിങ് ഡെക്ക് ഉണ്ട്. അവിടെ നമുക്ക് കുറച്ചുകൂടെ നല്ല കാഴ്ചകൾ കാണാം. അപ്പോൾ ഇവിടുന്ന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഈ ഹൈക്കിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് വലത് സൈഡിലേക്ക് പോയാൽ ജിയുവു പീക്കുണ്ട്. 2.3 കിലോമീറ്റർ പോയാൽ ജിയുവു പീക്ക്, ബെക്സിംഗ് ബാവോ ടെമ്പിൾ, ഇതൊക്കെ ഇവിടെ കാണാൻ ഉണ്ട്. നമ്മൾ പക്ഷേ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ടയർഡാണ്, അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്താം. നമ്മൾ ഈ ഒരു പോയിൻ്റ് കൂടെ കണ്ടിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയായിരിക്കും. ഇവിടെ മറ്റൊരു വ്യൂ പോയിൻ്റാണ്. ഈ വഴിയിലൂടെ നടക്കുമ്പോഴെല്ലാം നമുക്ക് ഇടത് സൈഡിലായിട്ട് അതിമനോഹരമായ തായ്പേയ് 101ൻ്റെയും ആ ഒരു നഗരത്തിൻ്റെയൊക്കെ കിടിലൻ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഈ വഴി സൈഡ് മൊത്തം ഇങ്ങനെയാണ്. നമുക്ക് ഇടത് സൈഡിലൊക്കെ മരമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നല്ല കാഴ്ചകളാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല അന്തരീക്ഷം, നല്ല മഴക്കാറ് നമുക്ക് കാണാൻ പറ്റും. തായ്പേയ് 101നെ തഴുകി തലോടിക്കൊണ്ട് മേഘങ്ങൾ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അമേസിങ്. വലിയൊരു വിശ്രമ കേന്ദ്രമാണ്. വിശ്രമം പ്ലസ് വ്യൂയിങ് ഗാലറിയാണ്. ഇതിൻ്റെ ഇട സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. വളരെ നല്ല വ്യൂ ആണ്. അതുതന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഫെസിലിറ്റീസ്, മഴയൊക്കെ പെയ്താലും ഒക്കെ നമുക്ക് കയറിയിരിക്കാം. ഇവിടെ ഒരു ക്ലോക്ക്, സമയം ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ആനയുടെ തുമ്പിക്കൈയിൽ ഇരുന്നുകൊണ്ട് തായ്പേയ് നഗരത്തിൻ്റെ ഈ കാഴ്ച, തായ്പേയ് 101ൻ്റെയും തായ്പേയ് നഗരത്തിൻ്റെയും കാഴ്ച കാണുക എന്ന് പറയുന്നത് ഏറെ ആനന്ദം തരുന്ന ഒരു അനുഭവം തന്നെയാണ്. അത് നമ്മൾ ഇവിടെ വരെ എത്ര കഷ്ടപ്പെട്ടാണ് കയറി വരുന്നതെങ്കിൽ പോലും ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളതൊരു നിർവൃതി അടയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എലിഫൻറ്റ് മൗണ്ട് ഹൈക്കിങ്ങിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.